ഒന്ന് ചോദിക്കാറുണ്ട്, ഡോക്ടർ നമുക്ക് ഈ അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് പല്ലെ കമ്പി ഇടുന്നതിനെക്കാട്ടിൽ ബെറ്ററായിട്ട് റിസൾട്ട് കിട്ടുമോ? ഈ അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും പർട്ടിക്കുലർ ഏജ് എന്തെങ്കിലും ഉണ്ടോ? അലൈനർ ട്രീറ്റ്മെൻറ്റ് ബെറ്റർ ആണോ? അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. നമുക്ക് ഈ പടത്തിൽ കാണുന്നത് നോർമലായിട്ടുള്ള മെറ്റൽ ബ്രേസസ് എന്ന് പറഞ്ഞാൽ പല്ലിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ മെറ്റലിൻ്റെ ഈ പറയുന്ന പോലെ ബ്രാക്കറ്റ്സ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ അകത്തൂടെ ഒരു കമ്പി ഇട്ടിട്ട് നമ്മൾ പല്ലുകളെ നേരാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ട്രേ ആയിട്ടാണ് വരുന്നത്. ആക്ച്വലി ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് വന്നിട്ട് പല്ല് കമ്പി ഇടുമ്പോൾ എങ്ങനെയാണോ പല്ല് മൂവ് ചെയ്യുന്നത് അതേപോലുള്ള ആക്ഷൻ വന്നിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ അലൈനേഴ്സിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അലൈനർ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ബ്രേസസിനെക്കാട്ടിൽ വ്യത്യസ്തമായിട്ടിരിക്കുന്നത്? നമ്മൾ അലൈനർ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് ബ്രേസസിനെക്കാട്ടിൽ കുറച്ച് ഫാസ്റ്ററാണ്. അപ്പം നമുക്ക് ഈ നോർമലി ഒരു പല്ല് കമ്പി ഇടുന്ന ഒരു പേഷ്യൻറ്റിന് വന്നിട്ട് ഏകദേശം 1.5 വർഷത്തോളമൊക്കെയാണ് ചിലപ്പം ട്രീറ്റ്മെൻറ്റിന് ടൈം വരുന്നത്. അപ്പോൾ ഈ ബ്രേസസ് കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ നേരെ മറിച്ച് അലൈനേഴ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പം അത് വന്നിട്ട് നമുക്ക് ഒരു 5 മുതൽ 6 മാസം വരെ ബ്രേസസിനെക്കാട്ടിൽ കുറച്ച് ടൈമേ നമുക്ക് ശരിക്കും അലൈനേഴ്സ് ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം സമയം എടുക്കാറുള്ളൂ. അപ്പോൾ ഈ അലൈനർ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് സാധാരണ അങ്ങനെ ഏജ് വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ആക്ച്വലി ഏത് ഏജ് ഗ്രൂപ്പിലും ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർക്ക് ഈ അലൈനേഴ്സായും കുറച്ചും കൂടെ കംഫർട്ടബിൾ. അലൈനർ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് എങ്ങനെ ബ്രേസസിന് വ്യത്യസ്തമായിരിക്കാൻ അലൈനേഴ്സ് വന്നിട്ട് പേഷ്യൻറ്റിന് ഇതുപോലെ ഊരുകയും ഇടുകയും ചെയ്യാം. പേഷ്യൻസ് സ്വന്തമായിട്ട് പല്ലിൽ ഇടുകയും തിരിച്ചതുപോലെ ഊരിയെടുക്കാനും ഒക്കെ പറ്റും. പക്ഷേ നമ്മൾ നോർമലി പല്ല് കമ്പി ഇടുമ്പോൾ പേഷ്യൻസ് വന്നിട്ട് ഊരിയെടുക്കാൻ പറ്റത്തില്ല. അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പേഷ്യൻസ് വന്നിട്ട് എപ്പോഴും ഡോക്ടറിനെ വന്ന് കാണേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടാവില്ല. അവർക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ഇരുന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അലൈനർ ട്രീറ്റ്മെൻറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് പേഷ്യൻറ്റിന് ഇത് കാണത്തില്ല. അപ്പം എസ്തെറ്റിക്കാണ്. അപ്പം കുറച്ച് ഹൈഫൈ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു എയർ ഹോസ്റ്റസ് അങ്ങനെ സെലിബ്രിറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആക്ച്വലി പല്ലിൽ മുത്തൊട്ടിച്ചേക്കുമ്പോൾ ഒരുപാട് അവരിങ്ങനെ കാണും, മെറ്റലിൻ്റെ ഒരു കളർ എടുത്ത് കാണും. അപ്പോൾ ഈ അലൈനേഴ്സ് ഒന്നും ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അതെടുത്ത് കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ പ്യൂർലി വന്നിട്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. നേരെ മറിച്ച് അലൈനേഴ്സ് വന്നിട്ട് നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. നോർമലി നമ്മൾ പല്ലെ കമ്പി ഇടുമ്പോൾ കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കരുത്, പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻസ് കുറച്ചും കൂടെ നോക്കിയാൽ മാത്രമേ നല്ല രീതിയിൽ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അലൈനേഴ്സ് വന്നിട്ട് പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പേഷ്യൻറ്റിന് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റും, അവർക്ക് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അലൈനേഴ്സ് ഓർത്തോഡോണ്ടിക് ബ്രേസസിനെക്കാട്ടിൽ കുറച്ചും കൂടെ ബെറ്ററായ ട്രീറ്റ്മെൻറ്റ് ആണ്. പക്ഷേ എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് അലൈനേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഓർത്തോഡോണ്ടിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾക്ക് അലൈനർ ട്രീറ്റ്മെൻറ്റ് ആണോ ബ്രേസസ് ആണോ ഏതാണ് ബെറ്റർ എന്നുള്ളത് കാര്യം അന്വേഷിക്കുക. താങ്ക് യു.